എല്ലാവർക്കും നമസ്കാരം. പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അശ്വമലയാളം യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. പൂരാടം നക്ഷത്ര ജാതകന് ജനിച്ച വർഷത്തിലും 4ാമത്തെ വർഷത്തിലും കഫനീർദോഷങ്ങളെ കൊണ്ടും ശ്വാസ തടസ്സങ്ങളാലും ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതകൾ കാണുന്നുണ്ട്. തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങളും ദോഷപരിഹാരങ്ങളും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. 9ാമത്തെ വയസ്സിൽ വളർത്തുമൃഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ വളരെ ശ്രദ്ധയും കരുതലും വേണം എന്ന് സൂചിപ്പിക്കുന്നു. ദോഷ പരിഹാരങ്ങളും നമ്മൾ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. 11ാമത്തെ വയസ്സിൽ നീർക്കെട്ട് മൂലം ഉണ്ടാവുന്ന അസുഖങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങളും ദോഷപരിഹാരങ്ങളും ചെയ്യേണ്ട ഒരു സമയമായി കാണുന്നുണ്ട്. 16ാമത്തെ വയസ്സിൽ ഉയരങ്ങളിൽ നിന്നും വീഴുക നിമിത്തവും വൃക്ഷങ്ങളിൽ നിന്നും വീഴുക നിമിത്തവും അപകടങ്ങൾക്ക് സാധ്യത കാണുന്നത് കൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നിന്നും സാഹസ പ്രവർത്തികളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമായി സൂചിപ്പിക്കുന്നു. 22ാമത്തെ വയസ്സിൽ തലവേദനകളോ നേത്രരോഗങ്ങളോ സാധ്യതകൾ പറയുന്നത് കൊണ്ട് തക്കതായിട്ടുള്ള ചികിത്സകളും വ്യായാമങ്ങളും വിശ്രമങ്ങളും ആവശ്യമാണ്. ദോഷപരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. 28ാമത്തെ വയസ്സിൽ വാഹനാപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതകൾ കാണുന്നത് കൊണ്ട് സാഹസ പ്രവർത്തികൾക്ക് നിൽക്കുന്നതൊന്നും ഒഴിവാകുകയും ശ്രദ്ധയും കരുതലോടുകൂടി മുന്നോട്ട് പോവുകയും ദോഷപരിഹാരങ്ങളും ചെയ്യേണ്ടതായി സൂചിപ്പിക്കുന്നു. 45ാമത്തെ വയസ്സിൽ ദേഹാരുഷതകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമായതുകൊണ്ട് അർശസ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതകൾ കാണുന്നു. തക്കതായിട്ടുള്ള ചികിത്സകൾ ഫലപ്രദമാക്കേണ്ടതും ദോഷപരിഹാരങ്ങളും ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. 57ാമത്തെ വയസ്സിൽ വാദ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതകൾ ഉള്ളതുകൊണ്ട് അതിന് തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങൾ ഫലപ്രദമാക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമായി കാണുന്നു. ജാതകവശാൽ കൂടി പരിശോധിച്ച് കർമ്മദോഷ പരിഹാരങ്ങൾ കൂടി ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. 59ാമത്തെ വയസ്സിൽ വീണ്ടും ഈ കഫ ശല്യങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്വാസതടസ്സങ്ങളോ മുതലായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ സംഭവിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. തക്കതായിട്ട് ചികിത്സകൾ ഫലപ്രദമാക്കേണ്ട ഒരു കാലഘട്ടമായി കാണുന്നു. 67ാമത്തെ വയസ്സിൽ അതുപോലെ തന്നെ ശ്വാസതടസ്സങ്ങളെ കൊണ്ട് അരിഷ്ടതകൾ നേരിടാം. തക്കതായിട്ടുള്ള ഭക്ഷണക്രമങ്ങളും വ്യായാമങ്ങളും ചികിത്സകളും ഫലപ്രദമാക്കുകയും അവരവരുടെ ജാതക പരിശോധന കാര്യങ്ങൾ നടത്തി വേണ്ടതായിട്ടുള്ള ദോഷപരിഹാരങ്ങളും മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതാണ്. ഈ സന്ധികളെല്ലാം മാറിക്കിട്ടുന്ന പക്ഷം 86ാമത്തെ വയസ്സിൽ തുലാമാസവും അപരപക്ഷ പ്രഥമയും മൂലം നക്ഷത്രം ഉദിച്ച് 7 നാഴികയ്ക്ക് ശേഷം ശ്വാസ തടസ്സം മൂലമോ പിത്താധിക്യം മൂലമോ ആപത്തുകൾ സംഭവിക്കാമെന്ന് ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നു. ഇത്തരം അറിവുകൾ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് കാണും വരേക്കും എല്ലാവർക്കും നമസ്കാരം.